Question number 22. ക്വസ്റ്റ്യൻ എടുത്തിരിക്കുന്നത് ഇക്വിലിബ്രിയം എന്നുള്ള ചാപ്റ്ററിൽ നിന്നാണ്. സൊലൂബിലിറ്റി ആൻഡ് സൊലൂബിലിറ്റി പ്രൊഡക്റ്റ് എന്നുള്ള പാർട്ടിൽ നിന്നാണ്. വേണമെങ്കിൽ ഇതേ ചോദ്യം നമ്മളോട് അനാലിറ്റിക്കൽ കെമിസ്ട്രി എന്നാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയും നമുക്ക് പറയേണ്ടി വരും. കാരണം രണ്ട് ചാപ്റ്ററിലും കോമൺ ആയി വരുന്ന ഒരു ടോപ്പിക്കാണ്. കൺസിഡർ ഗ്രൂപ്പ് 2 ഗ്രൂപ്പ് 4 മെറ്റൽ അയോൺസ്. അപ്പോൾ ഗ്രൂപ്പ് 4ലുള്ള നമ്മൾ കാറ്റയോൺ അനാലിസിസ് നടത്തുന്ന സമയത്ത് ഗ്രൂപ്പ് 4ലുള്ള രണ്ട് മെറ്റൽ അയോൺസ് ആണ് X2+ Y2+. എ സൊല്യൂഷൻ containing 0.01 molar X2+ and 0.01 molar Y2+ is saturated with H2S. Okay, the pH at which the metal sulfide YS will form a precipitate S. അപ്പോൾ അതിൽ XSന്റെ KSP വാല്യൂ ഉണ്ട്, YSന്റെ KSP വാല്യൂ ഉണ്ട്, H2Sന്റെ കോൺസെൻട്രേഷൻ ഉണ്ട്, H2Sന്റെ Ka1 × Ka2 വാല്യൂ ഉണ്ട്, log 2 ഉണ്ട്, log 3 ഉണ്ട്, log 5 ഉണ്ട്. ഇത്രയും ഡാറ്റ തന്നിട്ടുണ്ട്. ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്കറിയാം പ്രസിപ്പിറ്റേഷൻ നടക്കണമെങ്കിൽ അയോണിക് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് KSPയേക്കാൾ ഗ്രേറ്റർ ആയിരിക്കണം. ശരിയല്ലേ? അപ്പൊ നമ്മളോട് ചോദിച്ചത് YSന്റെ പ്രസിപ്പിറ്റേഷൻ നടക്കുന്നത് എപ്പോഴാണ്, ഏത് pHയിലാണെന്ന്. ഏത് pHയിലാണെന്ന് അറിയണമെങ്കിൽ നമ്മൾ ആ H+ അയോണിന്റെ കോൺസെൻട്രേഷൻ അറിയണം. H+ അയോണിന്റെ കോൺസെൻട്രേഷൻ അറിയണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, YSന്റെ പ്രസിപ്പിറ്റേഷൻ നടക്കാനുള്ള കണ്ടീഷൻ എന്താന്ന് നോക്കണം. അപ്പോൾ YS പ്രസിപ്പിറ്റേറ്റ് ചെയ്യണമെങ്കിൽ Y2+ ആയിട്ടും S2- ആയിട്ടല്ലേ അത് അയണൈസ് ചെയ്യുക. അങ്ങനെയാണ് അത് അയണൈസ് ചെയ്യുക. അപ്പൊ അവന്റെ അയണിക് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, മോളാർ കോൺസെൻട്രേഷൻ ഓഫ് Y2+ ഇൻറ്റു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് S2- ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്തായിരിക്കണം, KSP ആയിരിക്കണം. റെഡി? മോളാർ കോൺസെൻട്രേഷൻ ഓഫ് Y2+ എന്ന് പറയുന്നത് എത്രയാ? കാരണം My+ന്റെ കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ടല്ലോ അല്ലെ, 0.01 ആ. അപ്പൊ 0.01 ഇൻറ്റു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് S2- ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു KSP എത്രയാ? 4 × 10⁻⁻16. അതായത് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് S2- എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4 × 10⁻⁻16 ബൈ 0.01 അങ്ങോട്ട് പോകും. അതായത് ബൈ 10⁻⁻2 ക്യാൻസൽ ആകുന്ന സമയത്ത് എന്ത് ചെയ്യും, 10⁻⁻14 ആകും. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10⁻⁻14 ആകും. റെഡി? 10⁻⁻16 എന്നുള്ള മാറ്റിയിട്ട് 10⁻⁻14 മോളാർ. അപ്പൊ അത്രയും നമുക്ക് കിട്ടി. ഇനി നമ്മൾ H2Sന്റെ കേസിലേക്ക് വരികയാണ്. H2Sന്റെ കേസിലേക്ക് നമ്മൾ വരികയാണ്. H2Sന്റെ കേസിലേക്ക് വരുന്ന സമയത്ത് H2S എങ്ങനെയാണ് ഡിസോസിയേറ്റ് ചെയ്യുക? രണ്ട് സ്റ്റെപ്പുകളിലായിട്ടാണ് ഡിസോസിയേറ്റ് ചെയ്യുക അല്ലെ. 2 H+ ആയിട്ടും ഒരു S2- ആയിട്ടും. സോ അവിടെ Ka1 × Ka2 അവന്റെ അയണിക് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് H+² ഇൻറ്റു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് S2- ബൈ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് H2S ആണ്. Ka1 × Ka2ന്റെ വാല്യൂ ചോദ്യത്തിലുണ്ട്. എത്രയാ? 1 × 10⁻⁻21. അപ്പൊ 10⁻⁻21 is equal to മോളാർ കോൺസെൻട്രേഷൻ ഓഫ് H+ അല്ലെ സ്ക്വയർ ഇൻറ്റു S2- കോൺസെൻട്രേഷൻ നമുക്ക് ഇതിന് ഈക്വൽ ആയിട്ട് എടുക്കാം തൽക്കാലത്തേക്ക് പ്രോബ്ലംസ് ചെയ്യാൻ വേണ്ടി അല്ലെ. അപ്പൊ 4 × 10⁻⁻14 ഡിവൈഡഡ് ബൈ H2Sന്റെ കോൺസെൻട്രേഷൻ എത്രയാ? 0.01 എന്ന് വെച്ചാൽ 10⁻⁻1. അപ്പൊ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് H+² is equal to molar concentration of H+² is equal to 10⁻⁻21 into 10⁻⁻1 divided by 4 into 10⁻⁻14 അല്ലെ. ഈ -14ഉം -21ഉം ക്യാൻസൽ ആയാൽ എത്രയാ ബാക്കി ഉണ്ടാവുക? -7. റെഡി അല്ലേ? അപ്പൊ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് H+² is equal to 1/4 into
10 raised to minus 8. Therefore, molar concentration of H plus is equal to 1/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി എത്രയാണ്? 1/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി 0.25 ആണ്. ഇൻറ്റു 10 raised to minus 8 ന്റെ സ്ക്വയർ റൂട്ട്. റെഡി അല്ലേ? യെസ്. അപ്പൊ എത്ര വരും നമുക്ക്? എത്രയാണ് വരിക നമുക്ക്? 0.25ന്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത്, സോ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് H പ്ലസ് ഈസ് ഈക്വൽ ടു 0. Therefore നമ്മൾ അതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് H പ്ലസ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 25 ഇൻറ്റു 10 raised to minus 10 ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു 10 raised to minus 5 എന്ന് കിട്ടും. റെഡി? ഇനി നമുക്ക് പി എച്ച് ആണ് വേണ്ടത്. ഇപ്പൊ പി എച്ച് എന്ന് പറയുന്നത് നെഗറ്റീവ് ലോഗരിതം ഓഫ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് H പ്ലസ് ആണ് അല്ലെ. ദിസ് ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ലോഗരിതം ഓഫ് 5 ഇൻറ്റു 10 raised to minus 5. ദാറ്റ് ഈസ് ഈക്വൽ ടു നെഗറ്റീവ് log 5 plus minus 5 log 10 അല്ലെ. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് log 5ന്റെ വാല്യൂ ചോദ്യത്തിലില്ലേ? 0.7 minus 5. റെഡി? ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 4. minus of minus 4.3 and that will be 4.3. ഇപ്പോൾ 4.3 ആണെങ്കിൽ അതിനെ അപ്രോക്സിമേറ്റ് ചെയ്താൽ, റൗണ്ട് ഓഫ് ചെയ്താൽ, നിയറസ്റ്റ് ഇൻറ്റിജറിലേക്ക് റൗണ്ട് ഓഫ് ചെയ്താൽ പി എച്ച് മസ്റ്റ് ബി അപ്രോക്സിമേറ്റ്ലി 4 എന്ന് കിട്ടും. സോ ആൻസർ ഇസ് 4 ആണ് നിങ്ങളുടെ ആൻസർ. ഓക്കെ.